ഫ്രണ്ട്സ്, എൻ്റെ ചെറുതാറ് പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആലപ്പുഴ ജില്ലയിൽ പാതിരാപ്പള്ളി മുതൽ SL പുരം വരെയാണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അങ്ങനെ ആലപ്പുഴ ജില്ലയിലെ പാതിരാപ്പള്ളി എന്ന സ്ഥലത്തോട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ എന്താ പറയുക, അങ്ങനെ വലിയൊരു മാറ്റങ്ങളൊന്നും ഇവിടെ കാണാനില്ല. പക്ഷേ ചെറിയ രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്, നിങ്ങൾക്കത് കാണാം. രണ്ട് സൈഡിലും ഇവിടെ എന്താ പറയുക, മണ്ണ് ഫില്ലിങ്ങും അതുപോലെ ലെവലിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 5 മാസത്തെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ കുറച്ചുകൂടെ വർക്ക് മുന്നോട്ട് പോയതായിട്ട് ഈ ഭാഗങ്ങളിൽ കാണാം. കാരണം പല സ്ഥലത്തും ഇതുപോലെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഇപ്പോൾ ഈ ഇടത് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മെറ്റലൊക്കെ ഇറക്കി ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പുതിയൊരു കാര്യം തന്നെയാണ്. കാരണം ബിൽഡിംഗ് മെറ്റീരിയൽസൊക്കെ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വർക്ക് തീർക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ആലപ്പുഴ ജില്ല. കാരണം ഇവിടെ അങ്ങനെ അധികം മണ്ണ് ലെവലിങ്ങും ഫില്ലിങ്ങും കുറഞ്ഞൊരു ഏരിയയാണ്. കൂടുതൽ നിരപ്പായിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വർക്ക് തീരാവുന്നൊരു ജില്ലയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മളത് ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ കുറച്ച് ഇടത് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, മണ്ണ് ഫില്ല് ചെയ്തു, അവിടെ ടാറിങ് വർക്ക് വരെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം വളരെ ഫാസ്റ്റായിട്ട് ടാറിങ് വർക്ക് വരെ വൺ സൈഡ് കഴിഞ്ഞതായിട്ട് നമുക്കിവിടെ നോക്കുമ്പോൾ കാണാം. പിന്നെ റൈറ്റ് സൈഡിൽ എന്താ പറയുക, ആ പഴയ റോഡ് തന്നെയാണ് നമ്മളിപ്പോൾ വെക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ റൈറ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക, ഒരു സൈഡ് വോളിൻ്റെയൊക്കെ കോൺക്രീറ്റ് വർക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ മണ്ണ് ഫില്ലിങ്ങൊക്കെ നടക്കണം. ഇപ്പോൾ മണ്ണ് ഫില്ലിങ്ങൊന്നും ഇവിടെ ആയിട്ടില്ല. പക്ഷേ നമ്മളൊരു 5 മാസത്തെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. കാരണം ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു കാറൊക്കെ വണ്ടികൾ വർക്ക് കംപ്ലീറ്റ് ആയ ഭാഗത്തൂടെ വിടും. വിട്ടതിന് ശേഷം മറ്റ് ഭാഗത്തൂടെ വർക്ക് ചെയ്യും, പുതിയതായിട്ട് വർക്ക് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെയും വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. കാരണം എന്താ പറയുക, രണ്ട് സൈഡിലും ഒരു സർവീസ് റോഡിൻ്റെ വർക്കിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഇടത് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്താ പറയുക, ഒരു സർവീസ് റോഡിൻ്റെ വർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു മെറ്റൽ വിരിച്ചതായിട്ട് കാണാം. അതുപോലെ തന്നെയാണ് റൈറ്റ് സൈഡിൽ മണ്ണ് ഫില്ലിങ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴും അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഡ്രൈനേജ് ചാലിൻ്റെയൊക്കെ കോൺക്രീറ്റ് വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും എന്താ പറയുക, ഒരു 5 മാസം കൊണ്ട് നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്, നല്ല രീതിയിൽ പോയിട്ടുള്ളതായിട്ട് കാണാം. ഇവിടെയും ഒരുപാട് ഹൈവേയുടെ നിർമ്മാണത്തിൻ്റെ ആ ഒരു വോളൊക്കെ ഉണ്ടാക്കുന്ന കോൺക്രീറ്റ് പീസൊക്കെ ഇവിടെ അടുക്കി വെച്ചിട്ടുള്ളതായിട്ട് കാണാം. നമ്മളിപ്പോൾ വലിയ കലവൂരുന്ന സ്ഥലത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയാനുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞതായിട്ട് കാണാം. ഞാൻ മുമ്പ് വന്നപ്പോൾ ഇതിൻ്റെ വൺ സൈഡ് കോൺക്രീറ്റ് ആയതേ ഉള്ളൂ. ഇപ്പോൾ രണ്ട് സൈഡും കോൺക്രീറ്റ് ആയി. ഇനി ഇവിടെ മണ്ണ് ഫില്ലിങ്ങിൻ്റെ വർക്ക് തുടങ്ങിയിട്ടില്ല, അതിനി തുടങ്ങിയാൽ മതി. ഇടത് സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ മണ്ണ് ഫില്ലിങ് നടന്നിട്ടുണ്ട്. അതുപോലെ ഒരു സർവീസ് റോഡിൻ്റെ തുടക്കത്തിനുള്ള വർക്ക്, അതായത് മെറ്റൽ വിരിച്ചിട്ടുള്ളതായിട്ട് കാണാം. ഇടതുവശത്ത് മണ്ണ് ഫില്ലിംഗ് ഒക്കെ നടന്നിട്ടുണ്ട് ഇടതുവശത്ത്. പിന്നെ കുറച്ച് മുന്നോട്ട് വരുമ്പോഴും ഈ ഒരു ഭാഗത്ത് അങ്ങനെയാണ് നമുക്ക് കാണുന്നത്. സൈഡ് വോളിൻ്റെയൊക്കെ വർക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്തായാലും ഒരു 5 മാസത്തെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോയിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ പല സൈഡിൽ മണ്ണ് ഫില്ലിങ് കഴിഞ്ഞു, അതിൻ്റെ മുകളിൽ ടാറിങ് വർക്ക് വരെ നടന്നായിട്ട് കാണാം. വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു സൈഡിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇടത് സൈഡിൽ ഇവിടെ ഒരു സൈഡ് വാളിൻ്റെയൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞതായിട്ട് കാണാം. എന്തായാലും ഇവിടെ നോക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. ടാറിങ് കുറച്ച് ദൂരത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്, നല്ല നീളത്തിൽ. കാരണം നമ്മൾ കുറേ മുന്നോട്ട് വന്നിട്ടും ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം ഇവിടെയൊക്കെ ടാർ ചെയ്തിട്ടുണ്ട്.
കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഇടത് സൈഡിലും മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട്. അതായത് മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ മെറ്റൽ വിരിച്ചിട്ടുണ്ട്. അതായത് സർവീസ് റോഡിൻ്റെ വർക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അത് കുറച്ച് ദൂരമേ ഉള്ളൂ. മുന്നോട്ട് വരുമ്പോൾ അത്രയ്ക്ക് എന്താ പറയുക, അത്രയ്ക്കൊരു സംഭവമൊന്നുമില്ല. എന്തായാലും മണ്ണ് ഫില്ലിംഗ് ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ ഇപ്പോഴും ആ ടാറിങ് വർക്ക് കാണാം. അത് കുറേ ദൂരത്തിന് തന്നെ ടാറിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ കാണുന്നത് ഇടത് സൈഡിൽ മണ്ണ് ഫില്ല് ചെയ്തിട്ടില്ല, കുറേ കൂടെ മണ്ണ് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പോൾ വലത് സൈഡിലെ ടാറിങ് വർക്ക് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. പിന്നെ മുന്നോട്ട് വരുമ്പോൾ കാണുന്നത് ഇവിടെ അങ്ങനെ മണ്ണ് ഫില്ലിംഗ് ഒന്നും കാണുന്നില്ല. കുറച്ച് പുല്ല് പിടിച്ചൊക്കെ കിടപ്പുണ്ട് കുറേ ദൂരം. പിന്നെ അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ വലത് സൈഡിൽ മണ്ണ് ഫില്ലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അവിടെ ഒരു റോഡ് റോളറൊക്കെ കാണാം. പിന്നെ ഇതൊരു ജംഗ്ഷൻ സ്ഥലമാണ്. ജംഗ്ഷനുകളിൽ പൊതുവേ കുറച്ച് തിരക്കുണ്ടാവും, അതിൻ്റേതായ വർക്ക് ഡിലേ ഉണ്ടാവും. നമ്മളിപ്പോൾ കലവൂർ ടൗണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസേജാണ്. അണ്ടർ പാസേജിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെയും കുറച്ച് ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. സൈഡിൽ മണ്ണ് ഫില്ലിങ് റൈറ്റ് സൈഡിൽ കാര്യമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. ഇടത് സൈഡിലും കുഴപ്പമില്ല. ഇവിടെയൊക്കെ ഈ ഡ്രൈനേജ് ചാനലിൻ്റെയൊക്കെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു. പിന്നെ സൈഡിൽ വലത് സൈഡിൽ മണ്ണ് ഫില്ലിംഗ് ഒക്കെ കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. പിന്നെ ഒരു ടൗൺ ഏരിയ ആയതിൻ്റെ ഒരു ചെറിയ ഡിലേ ഈ ഒരു ഭാഗത്ത് കാണാം. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിൽ മണ്ണ് ഫില്ലിംഗ് കഴിഞ്ഞു. അതിനോടൊപ്പം ടാറിങ് വർക്കും തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് കുറേ ദൂരം നടന്നിട്ടുണ്ട് ടാറിങ് വർക്ക്. അത് ഇപ്പോൾ ഒരു 5 മാസത്തെ ഒരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. ഏതായാലും കുഴപ്പമില്ല, 5 മാസം കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയില്ലേ. പിന്നെ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഇടത് സൈഡിൽ അങ്ങനെ കാര്യമായിട്ടൊരു മണ്ണ് ഫില്ലിങ്ങും നടന്നിട്ടില്ല. 5 മാസം മുമ്പ് കണ്ടതുപോലെയൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് ഇപ്പം എനിക്ക് കാണാൻ പറ്റുന്നത്. എന്നാലും വലത് സൈഡ് മോശമല്ല, കാര്യമായിട്ട് വർക്ക് നടന്നിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോഴും ടാറിങ് വർക്ക് കാണാം. കുറച്ച് ദൂരം മുന്നോട്ടും ടാറിങ് വർക്ക് നടന്നതായിട്ടാണ് കാണുന്നത്. കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ വലത് സൈഡിലെ ടാറിങ് വർക്ക് ഒരു സൈഡിലോട്ട് നീങ്ങിയ പോലെ തോന്നുന്നുണ്ട്. പിന്നെ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട്. വലത് സൈഡിലോട്ട് നോക്കുമ്പോൾ കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. കുറച്ച് ബ്ലോക്കാണ് റോഡ്. എന്തായാലും ഇവിടെയും കാര്യമായിട്ട് വർക്കൊക്കെ നടക്കുന്നുണ്ട്. രണ്ട് സൈഡിലും മണ്ണ് ഫില്ലിങ് പോലുള്ളൊരു വർക്ക് നടക്കുന്നുണ്ട്. കുറച്ച് ബ്ലോക്കാണ്, അങ്ങോട്ട് പതുക്കെ പോകാൻ പറ്റുന്നുള്ളൂ. കുറച്ച് മുന്നോട്ട് വരുമ്പോൾ പല സൈഡിൽ മണ്ണ് ഫില്ലിങ് കഴിഞ്ഞിട്ടുണ്ട്. മണ്ണ് ഫില്ലിങ് കഴിഞ്ഞ് അവിടെ സർവീസ് റോഡിൻ്റെ ടാറിങ്ങിന് മുമ്പുള്ള മെറ്റലൊക്കെ വിരിച്ചതായിട്ട് കാണാം. നമ്മളിപ്പോൾ കൃപാസനം പള്ളിയുടെ മുന്നിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വലത് സൈഡിലാണ് കൃപാസനം ചർച്ചുള്ളത്. റോഡിൽ ചെറിയ തിരക്കൊക്കെ ഉണ്ട് ഈ ഒരു സമയത്ത്. ഇവിടെ നല്ലൊരു തിരക്കുള്ളൊരു ഏരിയയാണ് എപ്പോഴും. എന്നിരുന്നാലും ഈ ഒരു ഭാഗത്ത് ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ മുന്നോട്ട് വരുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. ഇവിടെയും മണ്ണ് ഫില്ലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഒരു 5 മാസം കഴിഞ്ഞുള്ളൊരു അപ്ഡേറ്റ് പറയാമെങ്കിൽ നമ്മൾ നേരത്തെ നിന്നും കുറേ കൂടെ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോയതായിട്ട് കാണാം. എന്തായാലും മണ്ണ് ഫില്ലിംഗ് ഒക്കെ കാര്യമായി നടക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. ക്രെയിനുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ 2 സൈഡിലും മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട്. വലത് സൈഡിലാണെങ്കിൽ മണ്ണ് ഫില്ല് ചെയ്തു മെറ്റലൊക്കെ വിരിച്ചിട്ടുണ്ട് ഒരു സൈഡിൽ. പിന്നെ ഇവിടെ ഇടത് സൈഡിൽ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട്. വലത് സൈഡിൽ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട്. വലത് സൈഡിൽ സർവീസ് റോഡിൻ്റെ ടാറിങ് വർക്ക് ആയിട്ടില്ല, അതിന് മുമ്പുള്ള മെറ്റൽ വിരിച്ചിട്ടുണ്ട്. ഇവിടെ ഇടത് സൈഡിൽ മണ്ണ് ഫില്ലിങ് കഴിഞ്ഞു. അതുപോലെ സർവീസ് റോഡിനുള്ള മെറ്റൽ വിരിച്ചതായിട്ട് കാണാം. വലത് സൈഡിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ മണ്ണ് ഫില്ലിങ് വലത് സൈഡിൽ നടന്നിട്ടില്ല, പക്ഷേ ചെറിയ വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. എന്തായാലും വളരെ മോശമില്ലാത്ത രീതിയിൽ
ഒരു 5 മാസത്തെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ വളരെ നല്ല രീതിയിൽ ഇവിടെയും വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്, അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടെയും ഒരു 5 മാസത്തെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോയിട്ടുള്ളതായിട്ട് കാണാം. അണ്ടർ പാസേജ് കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ നമ്മൾ 5 മാസത്തു നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം അന്ന് കണ്ട പോലെയൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റുന്നത്. എന്നാൽ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ വല സൈഡിൽ മണ്ണ് ഫില്ലിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്, കുറേ കൂടെ നടന്നിട്ടുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴും ഈ ഒരു ഭാഗത്തും കുറച്ച് വർക്ക് നടന്നിട്ടുണ്ട്. മണ്ണ് ഫില്ലിംഗ് നടന്നു. അതുപോലെ വല സൈഡിൽ സർവീസ് റോഡിനുള്ള ഫസ്റ്റ് സ്റ്റേജ് വർക്ക് ആയിട്ടുണ്ട്. അവിടെ മെറ്റലൊക്കെ വിരിച്ച് തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും അവിടെ മണ്ണ് ഫില്ലിംഗ് ലെവലിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറച്ച് ഫാസ്റ്റായിട്ട് നടക്കും പോലെയാണ് തോന്നുന്നത്. പിന്നെ ഇട സൈഡിൽ അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും കുഴപ്പമില്ല, വർക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്, കുറച്ചുകൂടെ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. സൈഡ് വോളിൻ്റെയൊക്കെ ഒരു കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുള്ളതായിട്ട് കാണാം. പിന്നെ ഇട സൈഡിൽ മണ്ണ് ഫില്ലിങ്ങിൻ്റെയൊക്കെ ഒരു ബിഗിനിങ് സ്റ്റേജാണ്. ഞാൻ 5 മാസത്തു നിന്നും കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് വർക്ക്. എന്തായാലും ഒരു മോശം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല, ചെറിയ രീതിയിൽ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കാളിത്തട്ടെന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിലും നമ്മൾ മുന്നേ കണ്ട സ്ഥലങ്ങളൊക്കെ പോലെ തന്നെയാണ്, വർക്ക് നടക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു മാറ്റം നമുക്ക് പറയാനില്ല. മണ്ണ് ഫില്ലിങ്ങും ലെവലിങ്ങും പോലുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്, കുറേ കൂടെ നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. അതായത് ഒരു 5 മാസത്തിന് ശേഷം പറയാൻ നല്ലൊരു അപ്ഡേറ്റ് ഈ ഒരു ഭാഗത്ത് കാണാനുണ്ട്. സൈഡിൽ നോക്കുകയാണെങ്കിൽ ഈ റോഡ് നിർമ്മാണത്തിൻ്റെ ഒരുപാട് കോൺക്രീറ്റ് പീസുകളൊക്കെ അടുക്കി വെച്ചിട്ടുള്ളതായിട്ട് കാണാം. എന്തായാലും ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിലൊരു മാറ്റം കാണുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു ഭാഗത്ത് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ആലപ്പുഴ ജില്ല അധികം പൊക്കമില്ലാത്ത റോഡുകളാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് വർക്ക് തീരാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ് ആലപ്പുഴ ജില്ല. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് SL പുരം എന്ന സ്ഥലത്തൂടെയാണ്. അപ്പോൾ ഈ ഒരു പാർട്ട് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത പാർട്ടിൽ നമുക്കിതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, NH66 കേരളത്തിലെ എല്ലാ ഹൈവേ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.